ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര ആ രേവതിയുടെ സ്വർണങ്ങളെല്ലാം എടുത്ത് സുധിക്ക് കൊടുക്കുകയാണ്. സുധിയാണെങ്കിൽ അത് പണയം വെക്കുന്നതിന് പകരം അത് വിറ്റ് അതിൽ നിന്ന് പൈസ വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ അവർ അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അച്ചമ്മയ്ക്ക് പിറന്നാളിന് സമ്മാനം കൊടുക്കാൻ ഒരു മാല എടുത്തു കൊടുക്കാമെന്ന് സച്ചിക്കും രേവതിക്കും ആഗ്രഹം തോന്നുകയും അതിന് പുറകെയായി കാശി അന്വേഷിച്ച് സച്ചി ഒരുപാട് അലഞ്ഞു തിരിയുന്നുണ്ട്. പക്ഷെ പൈസ എവിടുന്നും കിട്ടാതെ വരുമ്പോൾ രേവതിയുടെ സ്വർണം തിരികെ ചോദിക്കാം അമ്മയോട് എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ ആവശ്യം രവീന്ദ്രനെ അച്ഛനെ അറിയിക്കുകയും ചെയ്യുകയാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ ചന്ദ്രയുടെ നിന്റെ സ്വർണം വാങ്ങിച്ചു തരാം, അതിന് നിങ്ങളുടെ അവകാശപ്പെട്ട സാധനം നിങ്ങളുടെ സാധനമല്ലേ, അത് ഞാൻ വാങ്ങിത്തരാം എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ സമയത്താണെങ്കിൽ ഈ കാര്യം സുധി അറിയുന്നുണ്ട്, ഈ സ്വർണം ചോദിക്കാൻ പോകുന്ന കാര്യം. സുധി പെട്ടെന്ന് തന്നെ ഭാമയുടെ വീട്ടിലിരിക്കുന്ന ചന്ദ്രയുടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. അങ്ങനെ ഭാമയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് സുധി വന്നിട്ട് പറയാണ്, അമ്മ ഒരു പ്രശ്നമുണ്ട്, അപ്പം എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് അവർ ആ സ്വർണം തിരികെ ചോദിക്കുന്നുണ്ട്, അവിടെ അവർക്ക് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ചോദിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വല്ലാത്തൊരു വിധിയായി പോയല്ലോ ഇത് എന്ന് പറയുകയാണ്. അപ്പോൾ ചന്ദ്ര വിചാരിച്ചത് ഒരു 5-6 മാസത്തിനുള്ളിൽ സുധി പണിയെടുത്തിട്ട് ആ പൈസ കൊണ്ടുവരും, അപ്പോൾ പണയം വെച്ച സ്വർണം തിരികെ എടുത്തിട്ട് അതുപോലെ തന്നെ അറിയാത്ത പോലെ തന്നെ ആ അലമാരിയിൽ വെക്കാം, അതുവരെയും സച്ചിൻ രേവതി അതിനെക്കുറിച്ച് ചോദിക്കാനൊന്നും പോകുന്നില്ലെന്നാണ് ചന്ദ്ര ധരിച്ചത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഇത് ചോദിക്കുമ്പോൾ ചന്ദ്ര ആകെ പെട്ടുപോവുകയും ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സുധിയോട് ചന്ദ്ര പറയാണ്, ഇനിയിപ്പോൾ വേറെ മാർഗമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കഴുത്തിലും കൈമലൊക്കെ കിടക്കുന്നത് കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് ഈ പണയം വെച്ചത് എടുത്തുകൊണ്ട് വായോ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം സുധി പറയുകയാണ്, അതിന് പണയം വെച്ചത് എടുക്കാൻ പറ്റില്ല അമ്മേ എന്ന് പറയുന്നു. അതെന്ത് പറ്റി അത് എടുക്കാൻ പറ്റാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേറൊന്നല്ല, അത് ഞാൻ സ്വർണം പണയം വെക്കല്ല ചെയ്തത്, ഞാൻ വിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ നീ എന്ത് ദുഷ്ടത്തരാടായി ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, പണയം വെച്ച് കഴിഞ്ഞാൽ അത്രയും പൈസ കിട്ടില്ല, ഞാൻ വിചാരിച്ച പൈസ കിട്ടില്ല, അതുകൊണ്ട് വിൽക്കേണ്ടി വന്നു എനിക്ക് എന്ന് പറയാണ്. അങ്ങനെ അവനെ നല്ല രീതിയിൽ തല്ലുകയും വഴക്ക് പറയുകയും ചെയ്യുകയാണ് നമ്മുടെ ചന്ദ്ര. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ദുഷ്ട, ഞാൻ നിനക്ക് അവരറിയാതെ എടുത്തു തന്ന സാധനമാണ്, ഇനിയിപ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂക്കാരിയുടെ മുന്നിൽ എനിക്കൊരു വിലയും ഇല്ലാതാകില്ലേ, ഞാൻ ആരായി അവരെ മുന്നിൽ എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര അങ്ങനെ കിടന്ന് സുധിയോ തലങ്ങും വിലങ്ങും കൈകൊണ്ട് തല്ലുകയാണ്. തല്ലല്ല അമ്മ എന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പം ചന്ദ്ര പറയുന്നു, ഞാൻ എന്ത് ചെയ്യും ഈശ്വര, എന്ത് ചെയ്യും, അപ്പോൾ അവരെ മുന്നിൽ അവർ ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് പറയാൻ പറ്റും, ആ ഡിസൈന് പോലും എനിക്ക് ഓർമ്മയില്ല, ഏത് പണിയാണെന്ന് പോലും എനിക്ക് അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് സുധി പറയുന്നുണ്ട്, അതെ, അതിന് ഞാൻ ആ സ്വർണങ്ങൾ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ മൊബൈലിലുണ്ട് എന്ന് പറയുകയാണ്. ഓ, അതെങ്ങാതും ചെയ്തല്ലോ നീ എന്ന് പറയാണ്. അപ്പോൾ അതുപോലത്തെ അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പേടിക്കാനില്ല, നീ ഒരു കാര്യം ചെയ്യേ, അതുപോലത്തെ സ്വർണം പെട്ടെന്ന് തന്നെ പോയി എടുത്ത് വാങ്ങിച്ച് അതുപോലെ കൊണ്ടുവന്ന് വെച്ചാൽ പോരെ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, എന്തിന് പുതിയത് സ്വർണ്ണമൊന്നും വാങ്ങിക്കൊന്നും വേണ്ട, എന്തായാലും ഈ ആഭരണം ചോദിക്കുന്നത് അവൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ മറ്റോ ഇട്ടുകൊണ്ട് പോകാനായിരിക്കും, അതിനിപ്പോൾ റോൾഡ് ഗോൾഡ് ആയാലും കുഴപ്പമൊന്നുമില്ല, കവറിങ് വാങ്ങിയിട്ട് അവിടെ കൊണ്ട് വെക്കാം എന്ന് പറയുകയാണ്. അപ്പം സുധി പറയുന്നുണ്ട്, അതെന്നെ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അപ്പം സുധിയുടെ പൈസ പോകില്ലല്ലോ എന്നുള്ള രീതിയിലാണ് സുധി അങ്ങനെ പറയുന്നത്. അപ്പം ഭാമ പറയുന്നുണ്ട്, ദുഷ്ടത്തരം ചെയ്യലടി ചന്ദ്രൻ, നീ എന്താടി ഇങ്ങനെയൊക്കെ, ആ പെൺകുട്ടിയുടെ സ്വർണം, ഏത് പെൺകുട്ടിയുടെ സ്വർണം, അവളുടെ സ്വർണ്ണമൊന്നുമല്ല, ഇതൊക്കെ എൻ്റെ രവിയേട്ടൻ കഷ്ടപ്പെട്ട് കൊടുത്ത സ്വർണ്ണങ്ങളൊക്കെയാണ്, അല്ലാതെ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊന്നുമല്ലല്ലോ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സുധിയെയും കൊണ്ട് പെട്ടെന്ന് തന്നെ 2 പേരും അവിടെ ഒരു കവറിങ്, അതായത് റോഡ് ഗോൾഡ് കടയിൽ പോയിട്ട് ഇങ്ങനത്തെ സ്വർണ്ണങ്ങൾ, ഇതേ പണിയിലുള്ള സ്വർണ്ണങ്ങൾ വാങ്ങിക്കുകയും അത് നമ്മുടെ ചന്ദ്ര ബാഗിലിട്ട് കൊണ്ടുവരികയും ചെയ്യുകയാണ്. കൂടെ സുധിയും ഉണ്ട്, വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ രവീന്ദ്രൻ പറയാണ്, ചന്ദ്ര അവിടെ ഒന്ന് നിന്നേ, അപ്പം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. രേവതിയുടെ സ്വർണം അത് അവർക്ക് തിരികെ കൊടുക്കണം എന്ന് പറയുകയാണ്. എന്തിന്, അവൾക്കല്ലേ ഇത് വേണ്ടാന്ന് പറഞ്ഞത്, അവൾ വലിയ കാര്യത്തിൽ വേണ്ടാന്നൊക്കെ പറഞ്ഞ് നാറ്റിത്തൂറ്റിയതല്ലേ, പിന്നെന്തിനാ ഇനി അവൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുധിയും പറയുന്നുണ്ട്, അത് ശരിയാണ്, എന്തിനാ അത്, അങ്ങനെയൊക്കെ വലിയ മതവർത്താനം പറഞ്ഞതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വർഷ പറയാണ്, അത് സാരല്ല ആൻറ്റി, എന്തായാലും രേവതിയുടെ സ്വർണ്ണല്ലേ, ആൻറ്റിക്ക് എന്തിനാ അത്, അതവർക്ക് കൊടുത്തോ എന്നിങ്ങനെ പറയുന്നുണ്ട്.
എനിക്ക് വേണ്ട ഒരാളുടെ സ്വർണം, ഞാൻ ഇപ്പം എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞിട്ട് അഭിനയിച്ച പോലെ അകത്തേക്ക് കയറിയിട്ട് ആ ബാഗിലുള്ള സ്വർണ്ണ ചെപ്പ് എടുത്തിട്ട് അതും കൊണ്ട് ഇന്നാ സ്വർണം എന്നും പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വെക്കുകയാണ്. അപ്പം അത് രേവതിയുടെ കയ്യിൽ പോലും കൊടുക്കുന്നില്ല. അപ്പം രേവതിയോട് രവീന്ദ്രൻ പറയുന്നുണ്ട്, മോൾ അത് എടുത്തോ എന്ന് പറയുകയാണ്. അങ്ങനെ അത് എടുത്ത് അവരത് തുറന്ന് നല്ല രീതിയിൽ സൂക്ഷിച്ചൊക്കെ നോക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല, സ്വർണ്ണമല്ല എന്ന് അവർക്ക് തോന്നുകയുമില്ല, അതേ ഡിസൈനിൽ തന്നെ. അപ്പം എന്താ ഇത്ര നോക്കാനുള്ളത് എന്ന് ചന്ദ്രൻ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, വെറുതെ നോക്കിയതാണെന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ് സച്ചി. എന്നാൽ പോവാമെന്ന് പറയാണിത്. സത്യത്തിൽ സ്വർണ്ണക്കടയിൽ കൊണ്ട് വിറ്റിട്ട് അച്ചമ്മയ്ക്ക് മാല എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ചന്ദ്രയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് പേടിയാകുന്നുണ്ട്. എങ്ങോട്ട് പോകാനാ നിങ്ങൾ ഈ സ്വർണം കൊണ്ട്, അതെന്തിനാ നീ അറിയുന്നത് എന്ന് രവീന്ദ്രൻ ചോദിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അടുത്ത ഭാഗം എന്താണെന്ന് നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാട്ടോ. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്